കോൺഗ്രസിന് ധാർമ്മികതക്ക് ക്ലാസ് എടുക്കുന്ന ആളുകൾ അവരവരുടെ കാര്യങ്ങളിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ വോട്ടെടുപ്പ് അത് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഭരണത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അമ്പലത്തിന്റെയും അയ്യന്റെയും സ്വത്തിനെ കാക്കാനുള്ളതാണ്, കക്കാനുള്ളതല്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇതിനെ മാറണം. എന്ന് മാത്രമല്ല, CPIM ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലിരുന്ന് ശബരിമലയിലെ സ്വത്ത് കവരാൻ നേതൃത്വം നൽകിയത് കോൺഗ്രസിന്റെ ഒരു മുൻ MLA ആയിരുന്നെങ്കിലോ, കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നെങ്കിലോ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നെങ്കിലോ, കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നെങ്കിലോ, നാട്ടിൽ എന്തെല്ലാം നിലപാടുകൾ CPM ഇപ്പൊ പറഞ്ഞേനെ. അവരുടെ തന്നെ ഭരണത്തിന്റെ കീഴിൽ കോടതിയുടെ മേൽനോട്ടമുള്ളത് കൊണ്ട് മാത്രം SIT തുറങ്കലിൽ അടച്ച പത്മകുമാർ എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറി, ഇപ്പൊ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പാർട്ടി MLA ആക്കിയ ഒരാൾ, പാർട്ടി ദേവസ്വം പ്രസിഡന്റ് ആക്കിയ ഒരാൾ, അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ജയിലിലടക്കപ്പെട്ടിട്ട് ഇത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായിട്ട് ഇതുവരെ പാർട്ടിയിൽ നിന്ന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൊടുക്കാൻ ധൈര്യമില്ലാത്ത തരത്തിൽ CPIM ശബരിമല കേസിൽ പ്രതിരോധത്തിലാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ പ്രതിരോധത്തിലല്ലായിരുന്നുവെങ്കിൽ ഇത്ര ഗുരുതരമായ ഒരു അഴിമതി കേരളത്തിന്റെ മണ്ണിൽ നടന്നിട്ട് അതിൽ ഉൾപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ ജയിലിലടക്കപ്പെട്ടിട്ട്, പാർട്ടിയുടെ നേതാവ് ജയിലിലടക്കപ്പെട്ടിട്ട് പാർട്ടിയുടെ പദവിയിൽ നിന്ന് പോലും നീക്കം ചെയ്യാൻ, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അവർ തയ്യാറാവാത്തതിന്റെ കാരണം അകപ്പെട്ടിരിക്കുന്നവർ പുറത്തുള്ളവരുടെ പേര് പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ട്? കോൺഗ്രസിന് ധാർമ്മികതക്ക് ക്ലാസ് എടുക്കുന്ന ആളുകൾ അവരവരുടെ കാര്യങ്ങളിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം. ശബരിമലയിൽ കയറി മോഷ്ടിക്കാൻ മടിക്കാത്തൊരു ഭരണകൂടം, ശബരിമലയിൽ അഴിമതി നടത്തിയവരെ സംരക്ഷിക്കാൻ മടിക്കാത്തൊരു ഭരണകൂടം മറ്റൊന്നും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ജനത മുന്നോട്ട് പോകുന്നത്. എന്ന് മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവരവരുടേതെന്ന് പറയുന്ന ആശയങ്ങൾ കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കാനാണ് ഇപ്പൊ എല്ലാവരും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അതിൽ സഖാക്കളുണ്ട്, മാപ്രകളുണ്ട്, അങ്ങനെ കുറെ ആളുകളുണ്ട്. എല്ലാവരും കോൺഗ്രസിനെ വല്ലാതെ ധാർമ്മികത പഠിപ്പിക്കുന്നു, അല്ലേ? ഇവരുടെയൊക്കെ ധാർമ്മികത എന്താണ്? അയ്യന്റെ പൊന്ന് കട്ടവനെ സംരക്ഷിച്ചു പിടിക്കുക, ആ കൊള്ളക്കാരനെ സംരക്ഷിച്ചു പിടിക്കുക, ദേവസ്വം ബോർഡിൽ അയ്യന്റെ പൊന്ന് കക്കാനുള്ള ആളുകളെ തിരികെ കയറ്റുക. എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഏർപ്പാടുകളാണ്. അത് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നതും. അയ്യന്റെ പൊന്ന് കട്ടവനെ സംരക്ഷിച്ചു പിടിക്കുന്നവൻ, അതിന് മടി കാണിക്കാത്തവർ രാഹുലിനെ വലിച്ചിഴക്കുവാനും കോൺഗ്രസിനെ തേജോവധം ചെയ്യുവാനും മടിക്കില്ല. ഇത് നമ്മൾ കണ്ടതാണ്, ഇത് പല ആവർത്തി നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ ഒരു മഹാമനുഷ്യനുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയെ പെണ്ണുകേസിൽപ്പെടുത്തി ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തതുപോലെ അതിന് മടിക്കാത്തവര് പിന്നെ അവർക്കെന്ത്? രാഹുലല്ലേ? രാഹുലിനെ അവർക്ക് ഇരയാണ്. അവരുടെ ഈ പറയുന്ന ദമ്മാടിത്തരങ്ങൾ, അയ്യന്റെ പൊന്ന് കെട്ടത്, അത് മറച്ചു പിടിക്കാനുള്ള മറയാണ്, അല്ലേ? അതല്ലേ നിങ്ങൾ കണ്ടത്? ഇന്നലെ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്ന ശിവൻകുട്ടിയെ നമ്മൾ കണ്ടു, MP ഗോവിന്ദനെ നമ്മൾ കണ്ടു ധാർമ്മികതയുടെ ക്ലാസ് അടിക്കുന്ന, KK ശൈലജയെ നമ്മൾ കാണുന്നു, TP രാമകൃഷ്ണനെ നമ്മൾ കാണുന്നു, ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നവർ. ഇവരൊക്കെ ഇവരുടെ കാര്യത്തിലൊക്കെ വന്നപ്പോ ഇവരെന്ത് ചെയ്തു, അല്ലേ? ഇപ്പോ മുകേഷിനെതിരെ ഈ പറയുന്ന ആരോപണങ്ങളും കണ്ടെത്തലുകളും കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിട്ട് മുകേഷിന്റെ കാര്യത്തിൽ എന്താണ് നീക്കുപോക്ക്? ഒരു നീക്കുപോക്കുമില്ല. മുകേഷിന് ധാർമ്മികതയില്ല. പക്ഷേ രാഹുൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം, കോൺഗ്രസ്സുകാര് ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. കോൺഗ്രസ്സുകാര് എന്ത് വന്നാലും രാജിവെക്കണം, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെന്ത് വന്നാലും അവരെ ഞങ്ങൾ സംരക്ഷിക്കും. ഇതാണ് ധാർമ്മികത. അത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ പോയി നിങ്ങളുടെ അച്ചിമാരോട് പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എടുത്തു കൊടുക്കുക ആ ക്ലാസ്. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വേണ്ട എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നിങ്ങളുടെ ധാർമ്മികതയുടെ ക്ലാസ് വേണ്ട. നിങ്ങളുടെ ധാർമ്മികത എന്താണെന്ന് കേരളത്തിന്റെ സമൂഹത്തിന് അറിയാം. ഇപ്പൊ നിങ്ങൾ നോക്ക്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മുൻ MLA, DYFIയുടെ നേതാവ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പോഴും അംഗമായിട്ടുള്ള ഒഫീഷ്യൽ സ്ഥാനത്തിരിക്കുന്ന പത്മകുമാർ, മുൻ MLA, ആ പത്മകുമാറിന്റെ അയ്യന്റെ പൊന്ന് കെട്ടതിൽ പ്രതിയാണ്, കള്ളനാണ്. ആ കള്ളനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അയാൾക്കെതിരെ ഇന്നീ നിമിഷം വരെ ഒരു നടപടിയെടുക്കാൻ പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പോലും തയ്യാറാകാത്ത സഖാക്കൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം അങ്ങനെ നടപടിയെടുത്താൽ അത് വലിയ വിഷയമാണ്. കാരണം പുറത്തുള്ള പല ആളുകളുടെയും പേര് പത്മകുമാർ പറയും.
പത്മകുമാർ ഇപ്പൊ ഓൾറെഡി ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. പത്മകുമാർ ഓരോന്നോരോന്നായിട്ട് തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പത്മകുമാർ പുറത്തുള്ള ദൈവതുല്യന്റെ പേരടക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നടപടിയെടുക്കാൻ പാർട്ടി ഉണ്ടാവില്ല. ഇപ്പൊ നടപടിയെടുക്കുന്ന ആളാണ് ദൈവതുല്യൻ. ആ നാളെ ദൈവതുല്യനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവും? പാർട്ടി ഉണ്ടാവുമോ? ഇല്ല. പിന്നെ അടിമകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ലോകത്ത് എന്നുള്ളതാണ്. ആ അടിമകള് മുട്ടിലിഴയാൻ പിന്നെ ജയിലിൽ പോകേണ്ടി വരും, സ്തുതി പാടാൻ ജയിലിൽ പോകേണ്ടി വരും പിന്നെ അടിമകൾ. അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് അയ്യന്റെ പൊന്ന് കെട്ടാനുള്ള ആർജവം അവനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ആർജവം അവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് എന്ത് ഉമ്മൻചാണ്ടി, എന്ത് രാഹുൽ മാങ്കൂട്ടം, എന്ത് പൊതുബോധം, എന്ത് ധാർമ്മികത, എന്ത് മൊറാലിറ്റി, ഇതൊന്നും പിന്നെ ഇല്ല. പിന്നെ ഇതൊക്കെയുണ്ടോ? ഇതൊന്നുമില്ല. ഇത് തന്നെയാണ് ഇന്ന് ഈ ബോധ്യം, ഈ ബോധങ്ങൾ പലപ്പോഴും ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലർക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് തിരിച്ചറിവുകൾ. ചില നടപടികളൊക്കെ എടുത്തു ചാടി ഉള്ളതായിരുന്നോ എന്നുള്ള തിരിച്ചറിവുകൾ പോലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഷാഫി പറമ്പിലും അത് തന്നെയാ പറഞ്ഞു വെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അവിടെ അയ്യന്റെ പൊന്നുകൊള്ളയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ ചർച്ചയാവേണ്ടത് എന്ന് കേരളത്തിന്റെ പൊതുജനം തീരുമാനിക്കട്ടെ, അല്ലേ? ഇനി അതല്ല പൊതുജനം തീരുമാനിക്കുക, ഇവിടെ രാഹുൽ വിഷയമാണ് ചർച്ചയാവേണ്ടത് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഇവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളതൊന്നും ഇവിടെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമുള്ള കാര്യമില്ല. ഇവിടെ പല കാര്യങ്ങളും നടക്കും, ആര് ഭരിച്ചാലും എന്തും നടക്കും. കേരളത്തിൽ PM ശ്രീ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും തീർത്തും തൊഴിലാളി വിരുദ്ധമായ ഒരു ലേബർ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു. അപ്പോ ഇതൊക്കെ നടപ്പിലാക്കാൻ സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിന് കഴിയുന്നുണ്ടെങ്കിൽ, RSSന്റെ കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ സഖാവിന് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആര് ഭരിച്ചാൽ എന്താ കാര്യം? പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിഷയമാണ് ഇവിടെ ചർച്ചയാകുന്നതെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നു, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മുകേഷിന്റെ കാര്യങ്ങൾ ചർച്ചയാകണം, P ശശിയുടെ കാര്യം ചർച്ചയാവണം, തോമസ് ഐസക്കിന്റെ കാര്യം ചർച്ചയാവണം, P ശ്രീരാമകൃഷ്ണന്റെ കാര്യങ്ങൾ ചർച്ചയാവണം, AK ശശീന്ദ്രന്റെയും ഗണേഷ് കുമാറിന്റെയും കാര്യങ്ങൾ ചർച്ചയാവണം. അങ്ങനെ എല്ലാം ചർച്ചയാവണം. ഇവൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊണ്ടുപോയി യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത പരാതി വാങ്ങി വെച്ച P ശശിയുടെ കാര്യങ്ങൾ പോലും കേരളത്തിന്റെ സമൂഹത്തിൽ ചർച്ചയാവണം. വേണ്ടേ? വേണം. ഇവർക്കൊന്നുമില്ലാത്ത ഒരു ധാർമ്മികത അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിട്ടുണ്ടോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോ അയ്യന്റെ പൊന്നുകെട്ട CPM നേതാവിനില്ലാത്ത ധാർമ്മികത, മുരാരി ബാബുവിനും N വാസുവിനും പത്മകുമാറിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമൊന്നുമില്ലാത്ത ധാർമ്മികത, ഇവരുമായി അടുപ്പമുള്ള ഇവരെയൊക്കെ നിയന്ത്രിച്ച ആളുകൾക്കില്ലാത്ത ധാർമ്മികത, ദൈവതുല്യനില്ലാത്ത ധാർമ്മികത, അയ്യപ്പന്റെ പൊന്നു കട്ടവന്മാർക്കില്ലാത്ത ധാർമ്മികത, ഈ ധാർമ്മികത രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിട്ടുണ്ടോ? ഇവൻ പരാതിക്കാരിയായിട്ടുള്ള യുവതി തന്റെ ഭർത്താവിനോട് കാണിക്കാത്ത ധാർമ്മികത അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, അല്ലേ? അയ്യപ്പന്റെ പൊന്നുകെട്ട പത്മകുമാറിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നടപടികൾ വരുന്നില്ല? എന്തേ അതാരും ചോദ്യം ചെയ്യുന്നില്ല? എന്തേ അവർക്കൊന്നും ധാർമ്മികത വേണ്ടെന്നാണോ? യെസ്, ഓഫ് കോഴ്സ് അവർക്കൊന്നും ധാർമ്മികത വേണ്ട. അവർക്കൊക്കെ തോന്നുന്ന പോലെ ജീവിക്കാം, തോന്നുന്നതൊക്കെ കൊള്ളയടിക്കാം, അയ്യന്റെ പൊന്നു കൊള്ളയടിക്കാം. ഇവിടെ അതൊന്നും വിഷയമില്ല. ധാർമ്മികത പക്ഷേ രാഹുൽ മാങ്കൂട്ടം മാത്രം ധാർമ്മികനാവണം. അയാൾ മാത്രം അഭിമാനമുള്ളവനും ആത്മാഭിമാനമുള്ളവനുമാകണം. ബാക്കിയുള്ളവർക്കൊക്കെ ഈ പറയുന്നതൊന്നുമില്ല. കാരണം ഞങ്ങളൊക്കെ വെറും തറകളാണ്, തത്തറകൾ എന്നാണോ ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നത്? അതല്ലേ ശിവൻകുട്ടിക്ക് ഉത്തരം മുട്ടിപ്പോയത്. മുകേഷിന്റെ കാര്യത്തിൽ എന്താണ് ധാർമ്മികത എന്ന് ചോദിക്കുമ്പോൾ ശിവൻകുട്ടി പറയുന്നത് എനിക്കതിനെ കുറിച്ച് അറിയില്ല. പക്ഷേ ശിവൻകുട്ടിക്ക് രാഹുലിന്റെ കാര്യം എല്ലാം അറിയാം. PM ശ്രീയിൽ ഒപ്പിട്ട കാര്യം ശിവൻകുട്ടിക്ക് അറിയില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്റെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല. പക്ഷെ രാഹുലിന്റെ കാര്യങ്ങളെല്ലാം അറിയാം. എന്ന് പറഞ്ഞാൽ ഇക്കിളി കഥകളൊക്കെ ഒരു മന്ത്രിക്ക് അറിയാം. അതും രാഹുലിന്റെ മാത്രമേ അറിയുള്ളൂ. P ശശിയുടെ ഇക്കിളി കഥകളെ കുറിച്ച് ശിവൻകുട്ടിക്ക് ബോധ്യമില്ല. മുകേഷിന്റെ കാര്യങ്ങളെ കുറിച്ച്, ഇക്കിളി കഥകളെ കുറിച്ച് ശിവൻകുട്ടിക്ക് ബോധ്യമില്ല. വീണ ജോർജിന് തന്റെ മുക്കിന് താഴെ കോഴഞ്ചേരിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വീണ ജോർജിന് ബോധ്യമില്ല. വീണ ജോർജിന് മുൻ മാധ്യമ പ്രവർത്തകയായ വീണ ജോർജിന് ഇപ്പോൾ മാധ്യമ പ്രവർത്തകയായിട്ടുള്ളവരും അതുപോലെ ന്യൂസ് റൂമുകളിൽ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ച് വീണ ജോർജിന് ബോധ്യമില്ല. പക്ഷേ
വീണ ജോർജിന് രാഹുലിന്റെ കാര്യത്തിൽ മാത്രം ബോധ്യമുണ്ട്. അതാണ് ഇവരുടെ ധാർമ്മികത എന്ന് പറയുന്നത്. കാരണം ഭയമാണ്, വല്ലാതെ ഭയക്കുന്നു. പത്മകുമാറിനെതിരെ ധാർമ്മികത മുൻനിർത്തി ഒന്ന് വല്ലതും എടുത്തു നോക്കണം. മുകേഷിനെതിരെ വല്ല നടപടിയും എടുത്തു നോക്കണം. മുകേഷ് പലതും തുപ്പും, പത്മകുമാർ പലതും പറയും, ദൈവതുല്യന്റെ പേര് പറയും, പുറത്തുള്ള പലരുടെയും പേര് പറയും, കടകംപള്ളിയുടെ, വാസവന്റെ, അങ്ങനെ പലരുടെയും പേര് പത്മകുമാർ പറയും. അത് പറഞ്ഞാൽ പിന്നെ ധാർമ്മികത അളന്ന് നടപടിയെടുക്കാൻ പാർട്ടി തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ പക്ഷെ രാഹുലിന് മാത്രം ധാർമ്മികതയുണ്ട്. പരാതിക്കാരി തന്റെ ഭർത്താവിനോട് കാണിക്കാത്ത ധാർമ്മികത, അത് രാഹുലിന് പക്ഷേ ധാർമ്മികതയുണ്ട്. രാഹുൽ എല്ലാം ധാർമ്മികനായിരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും വാദം.